എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുക, പ്ലസന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ ഇതിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓഫീസ് കോളേജ് ഒക്കെ പോകുന്നവരായിരിക്കാം. സോ നമ്മൾ എവിടെ പോയാലും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് മിസ് ശ്രുതി ആൻഡ് സ്ലോഗ്സിലോട്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. സോ പെട്ടെന്ന് തന്നെ നമ്മൾ സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കേട്ടിട്ട് വരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഫുൾ ബോഡി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാണ്ട് നമ്മൾ ഇനി എത്ര നല്ല ഡ്രസ് കോസ്റ്റ്യൂം ഒന്നും ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല. സോ നിങ്ങൾ ഫുൾ ബോഡി ആയിക്കോട്ടെ, ഫേസ് എല്ലാം നിങ്ങൾ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് 3 പ്രൊഡക്ട്സ് തന്നെ ധാരാളമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്റ്റും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ബിബി ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ധാരാളമാണ്. സോ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പെങ്കിലും മേക്കപ്പിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടുതലായിട്ടും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ട് ബ്രൈറ്റ്നപ്പ് തരുന്ന ഒരു ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ട്രെൻഡിങ് ആയിട്ടുള്ള ചില ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, നമുക്ക് എപ്പോഴും നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ നല്ലതായിട്ട് ബ്രൈറ്റ്നപ്പ് തരുന്ന കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ മോണോക്രോമാറ്റിക് ലുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കളറിനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഷെയ്ഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രസ്സിംഗിൽ ഇൻക്ലൂഡ് ആക്കുക കേട്ടോ. സോ എപ്പോഴും നമ്മുടെ പിൻട്രസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഡ്രസ്സിംഗ് സ്റ്റൈൽസ് നോക്കാം. പിൻട്രസ്റ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ പിൻട്രസ്റ്റ് സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് എടുക്കുക. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഇയേഴ്സ് ആയിട്ട് ഇത് തന്നെയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള നമ്മുടെ റോസ് ഗോൾഡ് ആയിട്ടുള്ള ഗോൾഡ് കോട്ടൊക്കെ വരുന്ന ഇയറിംഗ്സ്, വാച്ചസ്, അതുപോലെ നെറ്റ് പീസസ് എല്ലാം തന്നെ കേട്ടോ. ബാംഗിൾസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ റോസ് ഗോൾഡിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഔട്ട്ഫിറ്റിലും ഡ്രസ്സിംഗിലും എല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി എത്തരത്തിലുള്ള വീഡിയോസ് ആണ്, കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കൂടെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.